പാർട്ടി ഒന്നായിരുന്ന കാലത്തുള്ള ജനറൽ സെക്രട്ടറിയാണ് സഖാവ് അജയ് ഘോഷ്. അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കായ പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിൽ ഫാസിസം വരുമെങ്കിൽ അത് വരുന്നത് ഭൂരിപക്ഷ വർഗീയതയുടെ രൂപത്തിലായിരിക്കുമെന്നാണ്. അത് അദ്ദേഹം അന്ന് പറഞ്ഞതാണ്, ഏർലി 60s പറഞ്ഞതാണ്, 50s ഒടുവിൽ പറഞ്ഞതാണ്. അന്ന് ഇത്രയും വലിയ RSS ഇല്ല, അന്ന് BJP ഇല്ല, ജനസംഘം ചെറുതായിരുന്നു. അന്ന് തന്നെ ഇത് കാണാനുള്ള ദൂരക്കാഴ്ച ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക്. അതാണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ പ്രത്യേകത, ഈ ദൂരക്കാഴ്ചയാണ്, ഫാർ സൈറ്റഡ്നെസ്. അത് CPIക്ക് ഉണ്ടായിരുന്നു, ഒന്നായിരിക്കും പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പാർട്ടി ഭിന്നിച്ചപ്പോഴത്തേക്ക് തർക്കം പലതിനെപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. സോവിയറ്റ് ലൈനാണോ ശരി, ചൈനീസ് ലൈനാണോ ശരി, മുഖ്യ വിപത്തായ RSSനെ ചെറുക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ ഒരു കോൺഗ്രസിന് പങ്കുണ്ടോ ഇല്ലയോ, വലിയ വൻകിട ബുർഷ്വാസിക്കെതിരായിട്ടുള്ള സമരത്തിൽ നാഷണൽ ബുർഷ്വാസിയുടെ പങ്ക് എന്താണ്, ആ രീതിയിൽ കോൺഗ്രസ് ആരെ പ്രതിനിധീകരിക്കുന്നു, ഒരു തീവ്ര വലതുപക്ഷ അപ്പുറത്തുണ്ടായി വരുന്നു, സ്വതന്ത്ര പാർട്ടിയും ജനസംഘവും ഒക്കെ അടങ്ങുന്ന ഒരു എക്സ്ട്രീം റൈറ്റിൻ്റെ ഒരു പാർട്ടി ഉണ്ടായി വരുന്നു. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുത്തക മുതലാളിമാരുടെ പാർട്ടിയായിട്ട് മാറാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ദേശീയ ബുർഷ്വാസിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് നിൽക്കുന്നു ഇപ്പുറത്ത്. രണ്ടും ബൂർഷ്വാ പാർട്ടികൾ തന്നെയാണ്. പക്ഷെ അതിനകത്തൊരു സംഘർഷം ഉണ്ടായി വരുമ്പോഴത്തേക്കും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സംഘർഷത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്, ഇതെല്ലാമായിരുന്നു ചർച്ചാ വിഷയങ്ങൾ.